നമസ്തേ ഹിന്ദുസ്ഥാൻ. മധ്യേഷ്യയുടെ മധ്യസ്ഥാനത്തുള്ള ഉസ്ബെക്കിസ്ഥാനിൽ കാലുകുത്തുമ്പോൾ ആദ്യം കേൾക്കുന്നത് ഇതാണ്. ആതിഥ്യാദരവുകൊണ്ട് ഇന്ത്യക്കാരെ വീർപ്പുമുട്ടിക്കുന്ന ഉസ്ബെക്കുകാർ. ഈ മമത മറ്റു രാജ്യക്കാരോട് അവർ പ്രകടിപ്പിച്ചു കാണുന്നില്ല. അതാണ് ഉസ്ബെക്കും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധം. ഇന്ത്യയിൽ നിന്ന് വ്യോമമാർഗം 2677 കിലോമീറ്റർ വടക്കു പടിഞ്ഞാറ് കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, താജിക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവയ്ക്ക് മധ്യേയുള്ള സിൽക്ക് പാതയിലെ രാജ്യം ഉസ്ബെക്കിസ്ഥാൻ. ഡൽഹിയിൽ നിന്ന് ലുധിയാന, അമൃത്സർ, ജമ്മു, ഗുൽമാർഗിന് മുകളിലൂടെ താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ വ്യോമപാത കടന്ന് ഉസ്ബെക്ക് തലസ്ഥാനമായ താഷ്ഖണ്ഡിലെത്താൻ 3 മണിക്കൂർ വേണം. സീസൺ അനുസരിച്ച് 15,000 രൂപ മുതൽ 50,000 രൂപ വരെ ടിക്കറ്റ് നിരക്ക്. ഏഷ്യ ഭൂഖണ്ഡത്തിന് കുറുകെ കിഴക്കു പടിഞ്ഞാറ് നീണ്ട സിൽക്ക് റൂട്ടിലെ ഇടത്താവളം. ക്രിസ്തുവിനു മുൻപ് 2-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ യൂറോപ്പും ഏഷ്യയും തമ്മിൽ വാണിജ്യ, സാംസ്കാരിക, രാഷ്ട്രീയ, മതപരമായ ക്രയവിക്രയങ്ങൾ നടന്ന ചരിത്രപ്രസിദ്ധമായ സിൽക്ക് പാത. തുർക്കിക് രാജ്യങ്ങളിലെ അംഗമായ ഉസ്ബെക്കിസ്ഥാൻ ചരിത്രപരമായും സാംസ്കാരികമായും വൈവിധ്യങ്ങളുടെ നാടാണ്. മരുഭൂമിയും മരുപ്പച്ചയിലെ നാഗരികതയും ചരിത്ര സ്മാരകങ്ങളും നിറഞ്ഞ നാട്. ഇസ്ലാമിക സാംസ്കാരിക പാരമ്പര്യം അതിന്റെ സകലവിധ പ്രൗഢിയോടും കൂടി നിലനിന്നു വന്ന രാജ്യം. കടൽത്തീരം തീരെയില്ലാത്ത, ഇംഗ്ലീഷിൽ ഡബ്ലി ലാൻഡ്ലോക്ഡ് എന്ന് പറയുന്ന, അതായത് കടൽത്തീരമില്ലാത്ത മറ്റ് രാജ്യങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശം. എന്നാൽ ഉസ്ബെക്കിസ്ഥാനിൽ ഒരു കടലുണ്ടായിരുന്നു. ലോകത്തെ 4ാമത്തെ ഏറ്റവും വലിയ ഇൻലാൻഡ് സമുദ്രമായ അരൽക്കടൽ. അത് വറ്റിവരണ്ട് അരൾക്കം മരുഭൂമിയായി തീർന്നിരിക്കുന്നു. 1960കളിൽ വറ്റാൻ ആരംഭിച്ച അരൽക്കടൽ 2010 ആയപ്പോഴേക്കും വരണ്ട് മരുഭൂമിയായി തീർന്നു. ഭൂഗോളത്തിലെ ഏറ്റവും വലിയ പാരിസ്ഥിതിക ദുരന്തമായി ഇത് കണക്കാക്കപ്പെടുന്നു. ഭൂരിപക്ഷ ഭാഷ ഉസ്ബെക്കാണെങ്കിലും പൊതുവെ റഷ്യൻ ഭാഷ നാട്ടുകാർക്ക് വശമാണ്. ബുക്കാറയിലും സമർക്കണ്ടിലും താജിക് ഒരു ന്യൂനപക്ഷ ഭാഷയായി ഉപയോഗിച്ചു വരുന്നു. പ്രാചീന ശിലായുഗം മുതൽ തന്നെ മനുഷ്യവാസമുണ്ടായിരുന്ന മധ്യേഷ്യൻ പ്രദേശമാണിത്. BC 8 മുതൽ 6-ാം നൂറ്റാണ്ടിനിടയിൽ കിഴക്കൻ ഇറാഖിൽ നിന്നു വന്ന സ്കൈത്യൻ എന്ന നാടോടികളാണ് ഇന്നത്തെ ഉസ്ബെക്ക് ജനങ്ങളുടെ പൂർവികർ എന്ന് കരുതപ്പെടുന്നു. അത്രമാത്രം പുരാതനമാണ് ഇവരുടെ സംസ്കാരം. ലോകത്തെ ആദ്യ മതങ്ങളിലൊന്നായ സ്വരാഷ്ട്രീയൻ മതവും ഇവിടെ നിലനിന്നിരുന്നു. 7-ാം നൂറ്റാണ്ടിലെ പേർഷ്യൻ മുസ്ലിം അധിനിവേശത്തെ തുടർന്ന് ഇവിടെ സമാനിഡ് സാമ്രാജ്യം സ്ഥാപിതമാകുകയും ജനങ്ങളെ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്തു. തുടർന്ന് ബുഖാറ, ഖിവ, കൊക്കണ്ട് എന്നീ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് 15-ാം നൂറ്റാണ്ട് വരെ നടന്ന വിജ്ഞാന, സാംസ്കാരിക, മതമുന്നേറ്റങ്ങൾക്ക് സമാനതകളില്ലാത്തതാണ്. ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടമായിരുന്നു ഇത്. 16-ാം നൂറ്റാണ്ടിൽ ഈ പ്രദേശം കിവ ഖാനേറ്റ്, കൊക്കൺ ഖാനേറ്റ്, ബുക്കാറ എമിറേറ്റ് എന്ന് 3ആയി വിഭജിക്കപ്പെട്ടു. 19-ാം നൂറ്റാണ്ടിൽ റഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായ ഉസ്ബെക്കിസ്ഥാൻ 1924-ൽ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായി ഉസ്ബെക്ക് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി മാറി. 1991-ൽ സോവിയറ്റ് യൂണിയൻ ശിഥിലമായപ്പോൾ ഓഗസ്റ്റ് 31-ന് അതിൽ നിന്ന് സ്വതന്ത്രമായ ആദ്യ രാജ്യമായി ഉസ്ബെക്കിസ്ഥാൻ. ഭരണഘടനാപരമായി മതേതര രാജ്യമായ ഉസ്ബെക്കിസ്ഥാനിൽ പ്രസിഡൻഷ്യൽ ഭരണസമ്പ്രദായം പിന്തുടരുന്നുണ്ടെങ്കിലും ഫലത്തിൽ സമഗ്രാധിപത്യമാണ് നിലവിലുള്ളത്. ഉസ്ബെക്കിസ്ഥാനിലെ ജനങ്ങൾ സുന്നി മുസ്ലിങ്ങളാണ്. മരുഭൂമിയും മരുപ്പച്ചയെ ചുറ്റിപ്പറ്റി രൂപം കൊണ്ട നാഗരികതയും സമതലങ്ങളിലെ കാർഷിക ജീവിതവും കുന്നും
മലനിരകളും നിറഞ്ഞ വൈവിധ്യമാർന്ന സ്ഥലമാണ് ഉസ്ബെക്കിസ്ഥാൻ. വിജ്ഞാന സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ വിളനിലമായിരുന്നു ചരിത്രത്തിലുടനീളം ഉസ്ബെക്കിസ്ഥാൻ. മാനവ സംസ്കാരത്തിന് ക്രിയാത്മകമായ സംഭാവന നൽകിയ എഴുത്തുകാർ, ചിന്തകർ, ശാസ്ത്രജ്ഞന്മാർ, മതപണ്ഡിതർ തുടങ്ങി ധിഷണയുടെ പരമ്പരകൾ തന്നെ ഉസ്ബെക്ക് ചരിത്രത്തിലുണ്ട്. ഉസ്ബെക്കിന്റെ മണ്ണിൽ എവിടെയും ഇതിന്റെ അതിപുരാതനമായ സ്മാരകങ്ങൾ കാണാം. പാശ്ചാത്യ നഗരങ്ങളോട് കിടപിടിക്കത്തക്ക നഗരാസൂത്രണം, വൃത്തിയും വെടിപ്പുമുള്ള വിശാലമായ നിരത്തുകൾ, പരസ്പരം മാനിക്കുന്ന ഡ്രൈവിംഗ് ശൈലി, കത്തിജ്വലിക്കുന്ന സൂര്യന് താഴെ പച്ചക്കുട പിടിച്ച മഹാവൃക്ഷങ്ങൾ, മന്ദഗാമിയായ ജീവിതം, അതിഥികളോട് പ്രത്യേക കരുതലും സ്നേഹവും, രുചികരമായ ഭക്ഷ്യവിഭവങ്ങൾ, ജീവിതച്ചെലവ് നന്നേ കുറഞ്ഞ സ്ഥലം, അങ്ങനെ പറഞ്ഞാൽ അവസാനിക്കാത്ത വിശേഷങ്ങളാണ് ഉസ്ബെക്കിസ്ഥാനിൽ.